ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, അസ്തമിക്കാത്ത ഒരു സ്നേഹത്തിൻ്റെ, അതിരുകളില്ലാത്ത ഒരു സ്നേഹത്തിൻ്റെ ഓർമ്മയാണ് ഉത്ഥാനം. മരണമില്ലാത്ത ഒരു സ്നേഹത്തിലേക്കും അതിൻ്റെ അനശ്വരതയിലേക്കും ഉദ്ധിതൻ ഇന്ന് നമ്മെ കൈപിടിച്ച് നടത്തുകയാണ്. മുറിവുകളെ മുദ്രകളാക്കി മാറ്റിയവൻ, സംശയങ്ങളെ സത്യദർശനങ്ങളാക്കി മാറ്റിയവന്റെ മുമ്പിലാണ് ഇന്ന് ലോകം മുഴുവനും കൂപ്പിയ കരങ്ങളുമായിട്ട് നിൽക്കുക. മുറിവുകളെ മുദ്രകളാക്കി മാറ്റിയവൻ, സംശയങ്ങളെ സത്യദർശനങ്ങളാക്കി മാറ്റിയവൻ. ഉത്ഥാനം പറഞ്ഞു തരുന്നതും ഇതുതന്നെ. ഇനിയും മുറിവുകളെല്ലാം സ്നേഹത്തിന്റെ മുദ്രകളാണ്. സംശയങ്ങളെല്ലാം സത്യദർശനങ്ങളിലേക്ക് വഴിമാറണമെന്ന് ഉത്ഥാന തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവം ആശംസിക്കുന്നു. ഉണർവില്ലാത്തതാണ് ഇന്നും ഉത്ഥാനത്തിന് വിലങ്ങ് തടിയായിട്ട് നിൽക്കുക. ജീവനുള്ളവൻ മരണശേഷവും ജീവനുള്ളവനായിട്ട് തന്നെ കാണപ്പെട്ടു എന്ന സത്യം മറന്ന് ഉണർവില്ലാത്തതായിട്ട് ജീവിക്കുന്ന കുറെ ജീവിതങ്ങളാണ് നമ്മുടെ ചുറ്റിനും. ഈ ഒരു ലോകത്തിലെ മഗ്ദലനായിലൂടെയും എമ്മാവൂസിലൂടെയും തിബേരിയോസിന്റെ തീരങ്ങളിലൂടെയും തോമാസ് ശ്ലീഹായിലൂടെയും ഒക്കെ ലോകത്തോട് സംസാരിക്കുന്നവൻ പറഞ്ഞു വെക്കുന്നു, നിന്റെ ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണെന്ന്. നിന്റെ ദൈവം മരിച്ചവരുടെ ദൈവമല്ല, മറിച്ച് ജീവിക്കുന്നവരുടെ ദൈവമാണ്. അതുകൊണ്ടാണ് ഇനി അവന്റെ മുറിവുകൾ തിരുമുറിവുകളാണ്. ഇനി അവന്റെ മുറിവുകൾ മുദ്രകളാണ്, സ്നേഹത്തിന്റെ മുദ്രകൾ. അതുപോലെ ഇനിയും അവനിലേക്കുള്ള സംശയങ്ങൾ സത്യദർശനങ്ങളിലേക്കുള്ളതായി മാറേണ്ടിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, എന്താണ് ഉയർപ്പ് നൽകുന്ന ബാലപാഠങ്ങൾ? എന്താണ് ഉയർപ്പ് നൽകുന്ന ബാലപാഠങ്ങൾ? ഉയർപ്പ് പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരം: നീ അന്വേഷിക്കേണ്ടത് മരിച്ച ദൈവത്തെ കുറിച്ചല്ല, നീ ചിന്തിക്കേണ്ടത് മരിച്ച ദൈവത്തിന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചല്ല, മറിച്ച് നിനക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത് ഇന്നും ജീവനോടെ ഇരിക്കുന്ന ദൈവത്തെ കുറിച്ച്. മഗ്ദലനായിക്ക് സംഭവിച്ചത് എന്താണ്? മഗ്ദലനാ മറിയം പ്രഭാതങ്ങൾ ഉണരുന്നതിനു മുമ്പേ, മനുഷ്യ ജീവിതങ്ങൾ ഉണരുന്നതിനു മുമ്പേ ഓടുകയാണ് കല്ലറയിങ്കലേക്ക്. അവനെ കാണുവാൻ വേണ്ടി, ജീവിച്ചിരിക്കുന്നവനെയല്ല, മരിച്ചവനെ കാണുവാൻ വേണ്ടി, മരിച്ചടക്കപ്പെട്ടവനെ കാണുവാൻ വേണ്ടി. എന്നാൽ അവളുടെ കാഴ്ചയ്ക്ക് മുമ്പിൽ അവൻ ജീവനോടെ ഇരുന്നിട്ടും അവനെ കാണുവാൻ കഴിയാത്ത വിധം അവളുടെ കണ്ണുകൾ മൂടപ്പെട്ടു. എമ്മാവൂസ് യാത്രയും മറ്റൊന്നുമല്ല പറഞ്ഞു വെക്കുക. തർക്കിച്ചും ശകാരിച്ചുമൊക്കെ മുൻപോട്ട് പോകുന്ന ശിഷ്യഗണത്തിന്റെ ഇടയിൽ അവൻ നടന്നു പോയിട്ടും അവർ കണ്ണുമൂടപ്പെട്ടവരായിരുന്നു. കാഴ്ച നൽകിയവനെ കാണുവാൻ കഴിയാത്ത വിധം അവർ അന്ധരായിട്ട്. ഉത്ഥാനം ഒരു കാഴ്ചയാണ്. അത് പല കാഴ്ചകൾക്കും വ്യത്യസ്തമായ ഒരു കാഴ്ച. എന്താണ് ഉത്ഥാനത്തിന്റെ കാഴ്ച? ഉത്ഥാനത്തിന്റെ കാഴ്ച മായ കാഴ്ചകളല്ല, മങ്ങിയ കാഴ്ചകളല്ല, മറിച്ച് ഇത് പ്രകാശിപ്പിക്കുന്ന കാഴ്ചയാണ്. ഉത്ഥാനത്തിന്റെ കാഴ്ചകൾ നെഞ്ചിലേറ്റുന്നവർക്കൊക്കെ ഇനി പ്രകാശിക്കാതിരിക്കാനാവുകയില്ല. കാരണം അവൻ ജീവനുള്ള കാഴ്ചയുടെ ഉടമയാണ്. ഉത്ഥാനം പറഞ്ഞു വയ്ക്കുന്നത് ഒരു ജീവനുള്ള കാഴ്ചയുടെ കഥയെ കുറിച്ചാണ്. സ്നേഹമുള്ളവരെ, ഉദ്ധിതൻ കടന്നു ചെന്ന ഇടങ്ങളെയൊക്കെ ഒന്ന് പരിശോധിക്കുക. അവൻ ആദ്യമേ മഗ്ദലനായിക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്, എങ്കിലും അവൾ അവനെ തിരിച്ചറിയുന്നില്ല. കാരണം അവൾ മറഞ്ഞുപോയവനെ അന്വേഷിച്ചു. വീണ്ടും അവളോട് ഈശോ പറയുന്നുണ്ട്. മറിയം എന്ന ഒറ്റ വിളിയോടുകൂടി അവളോട് ഈശോ വെളിപ്പെടുത്തുന്നത് എന്താണ്? നിന്റെ ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ദൈവം. അതിനുശേഷം ഈശോ പറഞ്ഞു വയ്ക്കുന്നത് പ്രകാരമാണ്: എന്റെ ശിഷ്യന്മാരോട് നീ പോയി പറയുവിൻ, നിങ്ങളുടെ ഗുരുവും നാഥനുമായവൻ ജീവിച്ചിരിക്കുന്നുവെന്ന്. സ്നേഹമുള്ളവരെ, ഈ ഒരു സന്ദേശം ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു.
ദൈവം നൽകിയ, ഉദ്ധിതൻ നൽകിയ സന്ദേശം ഒതുക്കി വെക്കേണ്ടതല്ല, മറിച്ച് പ്രഘോഷിക്കപ്പെടേണ്ടതാണ്. ഉദ്ധിതൻ നൽകുന്ന സന്ദേശങ്ങൾ, ഉദ്ധിതൻ നൽകുന്ന സത്യങ്ങൾ ജീവിതത്തിൽ ഒതുക്കി വെക്കേണ്ടതല്ല, മറിച്ച് പ്രഘോഷിക്കപ്പെടേണ്ടതാണെന്നുള്ളതാണ് വലിയൊരു ഉത്ഥാനത്തിന്റെ സന്ദേശം. രണ്ടാമതായിട്ട് ഉത്ഥാനം പറഞ്ഞു വെക്കുന്നത് സമാധാനത്തിന്റെ സംസാരത്തെക്കുറിച്ച്. ഉദ്ധിതൻ ആർക്ക് പ്രത്യക്ഷപ്പെട്ടാലും ആദ്യമേ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾക്ക് സമാധാനം. അവന്റെ കൂടെ നടന്നവർ സമാധാനം അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു രാത്രിയിൽ ആ സമാധാനം അസ്തമിച്ചു പോയെന്ന് ചിന്തിച്ചവർക്ക് വീണ്ടും ഒരു ഉണർവ് നൽകുകയാണ്, ഒരു ഉണർത്തുപാട്ട് നൽകുകയാണ് വീണ്ടും സമാധാനത്തിന്റെ സന്ദേശത്തിലൂടെ. ഉദ്ധിതൻ സമാധാനം സംസാരിച്ച ദിനമാണ് ഈ പുലരി. ഈ ഉത്ഥാനത്തിന്റെ പുലരി പറയുന്നത് ഇനിയും പരസ്പരം സമാധാനങ്ങൾ കൈമാറുവാൻ വിളിക്കപ്പെട്ട ജീവിതമാണ് നിങ്ങളുടേതെന്ന്. നോമ്പ് നോറ്റും പശ്ചാത്തപിച്ചും കടന്നുപോയ നോമ്പിലൂടെ ഇനിയും നിങ്ങൾ നേടിയെടുക്കേണ്ടത് ഈ ഉദ്ധിതൻ പ്രകാശിപ്പിച്ച സമാധാനം എന്ന വലിയൊരു ചിന്തയിലേക്കാണ്. മൂന്നാമതായിട്ട് ഇനിയും മരണമുദ്രകളല്ല അവൻ്റേത്, ജീവനുള്ള മുദ്രകളാണ്. മുറിവുകളെ മുദ്രകളാക്കി മാറ്റിയവൻ. ശേഷിക്കുന്ന മുറിപ്പാടുകൾ പറഞ്ഞു വയ്ക്കുന്നത് ജീവനുള്ള മുദ്രകളെ കുറിച്ചാണ്. ഇനി ഈ മുറിവുകൾ കാട്ടിയാണ് അവൻ പലരെയും സൗഖ്യപ്പെടുത്തുന്നത്. ഈ മുറിവുകൾ കാട്ടിയാണ് അവൻ പലരെയും വിശുദ്ധിയിലേക്കും വിശുദ്ധ ചിന്തകളിലേക്കും നയിക്കുന്നത്. സംശയത്തിന്റെ നിഴലിൽ നിന്ന തോമസിനെ ഈ മുറിവുകൾ കാട്ടി സത്യദർശനങ്ങളിലേക്ക് നയിക്കുന്ന തമ്പുരാനെ നാം കാണുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സത്യദർശനങ്ങളാണ്. സംശയമൊക്കെ ഇനി മാറിപ്പോകേണ്ടിയിരിക്കുന്നു. സംശയത്തിന്റെ നിഴലുകളൊക്കെ ഇനി അകന്നു പോകേണ്ടിയിരിക്കുന്നു. കാരണം ഇനിയും ദർശനങ്ങൾക്കാണ് ജീവിതത്തിൽ പ്രാധാന്യം. കാരണം നിന്റെ ഗുരുവും നാഥനുമായവൻ ഉത്ഥാനം ചെയ്തു. നിന്റെ ഗുരുവും നാഥനുമായവൻ ഉത്ഥാനം ചെയ്തെന്ന ചിന്ത ഇനി സംശയത്തിന് മൂടുപടം അഴിച്ചു മാറ്റത്തക്ക വിധത്തിലുള്ള ബോധ്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും ഉത്ഥാനം പറഞ്ഞു വെക്കുന്നത് നീ നടന്നകുന്നത് പല കാഴ്ചപ്പാടുകളിലേക്കല്ല, മറിച്ച് തെറ്റായ ചിന്തകളിലേക്കാണ്. എമ്മാവൂസ് പറയുന്ന സന്ദേശം ഇത് തന്നെ. എമ്മാവൂസിന്റെ വഴിയാത്രയിൽ ഉദ്ധിതൻ കടന്നു ചെല്ലുന്നുണ്ട്. എന്നാൽ എമ്മാവൂസിന്റെ വഴികളിലെ അവനെ തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം അവരുടെ ഹൃദയവും മനസ്സുമൊക്കെ തളർന്നു പോയിട്ടുണ്ട്. തകർന്നുപോയ ഹൃദയങ്ങളിലേക്ക് ഊർജം നൽകുന്ന ഉത്ഥാന അനുഭവമായിട്ട് അവൻ സഹയാത്രികനായിട്ട് മാറുകയാണ്. സഹയാത്രികൻ സംസാരിക്കുന്നതും ഈ സത്യദർശനങ്ങളെ കുറിച്ച്. ജീവിച്ചിരുന്നപ്പോൾ അവൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് തർക്കിച്ചുകൊണ്ട് കടന്നുപോയ ശിഷ്യന്മാരുടെ ഇടയിലേക്ക് സത്യദർശനങ്ങളെ വെച്ച് നീട്ടുന്ന തമ്പുരാൻ. ഭോഷന്മാരെ, അവൻ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിൽ പ്രവേശിക്കാൻ സമയമായില്ലേ എന്ന് പഠിപ്പിക്കുന്ന സത്യദർശനങ്ങളെ വെച്ച് നീട്ടുന്ന തമ്പുരാന്റെ വലിയൊരു കാഴ്ചപ്പാടിലേക്കാണ് എമ്മാവൂസ് അനുഭവം കൊണ്ടെത്തിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഉത്ഥാനത്തിന്റെ സന്ദേശങ്ങൾ മറക്കാതിരിക്കുക. അവൻ പാദങ്ങളും മുറിവേറ്റ പാദങ്ങളും പാർശ്വവും കാണിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല, നീ ഇനിയും സ്നേഹത്തിന്റെ മുദ്രയിലാണെന്നുള്ള കാഴ്ചപ്പാട് നൽകുവാൻ വേണ്ടി അവൻ മുറിവേറ്റ പാദങ്ങളും കരങ്ങളും പാർശ്വങ്ങളും നമ്മളുടെ നേരെ വെച്ച് നീട്ടുന്നു. സ്നേഹമുള്ളവരെ, ഇനിയും ഈ സ്നേഹമുദ്രയാണ് നമ്മൾ ഒപ്പിയെടുക്കേണ്ടത്. മുദ്ര പതിക്കപ്പെടുമ്പോൾ അത് പിന്നീട് മായപ്പെടുകയില്ല. മുദ്ര പതിപ്പിക്കുമ്പോൾ അത് പിന്നീട് മാഞ്ഞു പോകത്തില്ല. കാരണം ഇത് സ്നേഹത്തിന്റെ മുദ്രയാണ്. ഉദ്ധിതൻ വെച്ച് നീട്ടുന്നത് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും മുദ്രയാണ്. അത് നെഞ്ചിലേറ്റുമ്പോഴും ശിരസിൽ വഹിക്കുമ്പോഴും ഒക്കെയാണ് നമ്മുടെയൊക്കെ ഉത്ഥാന അനുഭവത്തിന് പ്രകാശത്തിന്റെ പരിമളം പരത്തുവാൻ സാധിക്കുക. സ്നേഹമുള്ളവരെ, രണ്ടാമതായിട്ട് നാം അന്വേഷിക്കുന്നത് ഉദ്ധിതനെയാണ് അന്വേഷിക്കേണ്ടത്. മറക്കരുത്, മരിച്ചവനെ അന്വേഷിക്കരുത്. നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ഇന്നും അർത്ഥമില്ലാത്തത് നാം ഇന്നും പ്രാർത്ഥനയിലൂടെ മരിച്ചവനെ അന്വേഷിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്കൊന്നും ഉത്തരം കിട്ടാത്തത് ഇതുകൊണ്ടാണ്. മരിച്ചവനെ അന്വേഷിക്കുന്ന ജീവിതത്തിന് ഉടമകളായിട്ട് മാറുന്നത് കൊണ്ട്. എന്നാൽ ഇനി മുതൽ മരിച്ചവനെ അന്വേഷിക്കുവാൻ പാടില്ല. കാരണം നിന്റെ ഗുരുവും നാഥനും സത്യങ്ങൾ പറഞ്ഞു തന്നതും സത്യദർശനങ്ങളിലേക്ക് നിന്നെ നയിച്ചവനും ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന സത്യത്തിലേക്ക് നീ മനസ്സിനെ ചേർത്ത് വയ്ക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, നിന്റെ വരികൾക്ക് പ്രകാശമുണ്ട്, നിന്റെ തളർച്ചയിൽ ഉയർച്ചയുണ്ട്, നിന്റെ നോമ്പരങ്ങളിൽ താങ്ങുകളുണ്ട്. ഈ ഒരു ചിന്തയിലേക്ക് നടന്നെടുക്കുക. മറക്കരുത്, ഈ ഉദ്ധിതൻ നൽകിയ പ്രകാശത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയേണ്ട സമയമാണ്. കാരണം ഇനി ജീവിതത്തിൽ സങ്കടങ്ങൾക്ക് പ്രാധാന്യമില്ല.
ഇനി ജീവിതത്തിലെ തളർച്ചകൾക്ക് പ്രാധാന്യമില്ല. ഇനി ജീവിതത്തിലെ മുറിവേറ്റ് കിടക്കുവാൻ നമുക്ക് സമയമില്ല. കാരണം എല്ലാത്തിനെയും സൗഖ്യപ്പെടുത്തുന്ന സമാധാനം നിന്റെ തലയ്ക്ക് മീതെ ഉയർന്നു നിൽപ്പുണ്ട്. അത് സ്വീകരിക്കുവാനുള്ള വലിയൊരു ചങ്കുറ്റം കാണിച്ചാൽ മതി. ഈ പാതിരാവില് അവൻ വളരെ ശക്തമായിട്ട് ഉത്ഥാന അനുഭവം വെച്ച് നീട്ടുമ്പോൾ മറക്കരുത്, ഇത് കൈനീട്ടി സ്വീകരിക്കുവാൻ നാം നമ്മുടെ ജീവിതത്തെ ഒരുക്കേണ്ടിയിരിക്കുന്നു. ഇത് കൈനീട്ടി സ്വീകരിക്കുവാൻ ജീവിതത്തെ ഒരുക്കുന്നതാണ്. അവൻ സമാധാനം വെച്ച് നീട്ടുമ്പോൾ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുവാൻ നമുക്ക് തയ്യാറാക്കണമെങ്കിൽ നാം ജീവിച്ചിരിക്കുന്നവനെ വിശ്വാസം അർപ്പിക്കണം. നാം ജീവിച്ചിരിക്കുന്നവനിൽ വിശ്വാസം അർപ്പിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ഈ സമാധാനം കൈനീട്ടിയും ഹൃദയം നീട്ടിയും ഒക്കെ വാങ്ങുവാൻ സാധിക്കുക. സ്നേഹമുള്ളവരെ, ഇനി ഈ അസ്തമിക്കാത്ത സ്നേഹത്തിന്റെ ഉദ്ധാന അനുഭവം നെഞ്ചിലേറ്റുവാൻ നമുക്ക് സമയമായിരിക്കുന്നു. അതുകൊണ്ട് ഇനി കല്ലറകളിലേക്കല്ല നമ്മുടെ ജീവിതം പോകേണ്ടത്, കർത്താവിലേക്കാണ്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് വിളിച്ചു പറഞ്ഞ എന്റെ ഉദ്ധിതന്റെ പക്കലേക്കാണ് എന്റെ കണ്ണുകൾ ഉയർത്തേണ്ടത്. ഇനിയും ഞാൻ സങ്കടങ്ങളിൽ ഒതുങ്ങി നിൽക്കേണ്ട ജീവിതമല്ല. ദുഃഖങ്ങളിൽ എന്റെ മതിലുകൾ തീർത്ത് ഞാൻ എന്റെ ജീവിതത്തെ പണിയരുത്. മറിച്ച് സമാധാനത്തിന്റെ സന്ദേശവുമായിട്ട് ഇത് നിന്റെ ദൈവമാണെന്നുള്ള തിരിച്ചറിവില് നാം നനയേണ്ടിയിരിക്കുന്നു. അവൻ നൽകിയ സമാധാനത്തിന്റെ നിഴലിൽ നാം നനഞ്ഞു തുടങ്ങുമ്പോൾ അപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തുവിന്റെ സമാധാനം പരിമളം വരുത്തും. ഈ ഒരു ചിന്തയോടുകൂടി നമുക്കായിരിക്കാം. ഉത്ഥാനത്തിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. മറക്കരുത്, മരിച്ചവനെയല്ല നാം തിരയുന്നത്, മറിച്ച് ഉത്ഥാനം നൽകിയവനെ, സമാധാനം നൽകിയവനെ, മുറിവുകളെ മുദ്രകളാക്കി മാറ്റിയവനെ, സംശയങ്ങളെ സത്യദർശനങ്ങളാക്കി മാറ്റിയവനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ